കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യാം. ഒരു പുതിയ പ്രോജക്റ്റിനായി ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. ഇവയിൽ നിന്നും 9:16 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് കൊടുക്കുക. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും വീഡിയോയ്ക്ക് വേണ്ട ഇമേജുകളെല്ലാം ഒന്നൊന്നായി ഓപ്പൺ ചെയ്യുക. ഇവിടെ നാം 5 ഇമേജുകളാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. പാൻ ആൻഡ് സൂം സെലക്ട് ചെയ്യുക. സ്ക്രീനിൽ നിന്നും ഇമേജിൽ ക്ലിക്ക് ചെയ്ത് ഇമേജിന്റെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ ലെഫ്റ്റ് സൈഡ് ചേർത്ത് വെക്കുക. എൻഡ് പൊസിഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക. സ്ക്രീനിൽ നിന്നും ഇമേജിൽ ക്ലിക്ക് ചെയ്ത് ഇമേജിന്റെ എൻഡിംഗ് പൊസിഷൻ റൈറ്റ് സൈഡ് ചേർത്ത് വെക്കുക. രണ്ടാമത്തെ ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. പാൻ ആൻഡ് സൂം സെലക്ട് ചെയ്യുക. സ്ക്രീനിൽ നിന്നും ഇമേജിൽ ക്ലിക്ക് ചെയ്ത് ഇമേജിന്റെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ റൈറ്റ് സൈഡ് ചേർത്ത് വെക്കുക. എൻഡ് പൊസിഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക. സ്ക്രീനിൽ നിന്നും ഇമേജിൽ ക്ലിക്ക് ചെയ്ത് ഇമേജിന്റെ എൻഡിംഗ് പൊസിഷൻ ലെഫ്റ്റ് സൈഡ് ചേർത്ത് വെക്കുക. ബാക്കിയുള്ള എല്ലാ ഇമേജ് ലെയറുകളും ഇപ്പോൾ നാം ചെയ്ത സ്റ്റെപ്പുകളിലൂടെ തന്നെ അറേഞ്ച് ചെയ്ത് വെക്കുക. ഇവിടെ എല്ലാ ഇമേജുകളും വേണ്ട രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ എഡിറ്റിംഗിനായി ഉപയോഗിച്ചിട്ടുള്ള എഫക്റ്റുകൾക്ക് വേണ്ടി ഈ അസറ്റ് സ്റ്റോർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ട്രാൻസിഷൻ എഫക്റ്റിൻ്റെതായ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആക്ഷൻ തന്നെയാണ് നമുക്ക് വേണ്ടത്. ഇവയിൽ നിന്നും മോഷൻ കട്ട് സെലക്ട് ചെയ്യുക. ഡൗൺലോഡ് കൊടുക്കുക. ഇപ്പോൾ ഈ എഫക്റ്റ് നിങ്ങളുടെ കൈൻമാസ്റ്ററിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബാക്ക് ബട്ടൺ കൊടുക്കുക. ഓവർലേ എഫക്റ്റുകൾക്ക് വേണ്ടി ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഓപ്ഷൻസിൽ നിന്നും മോഡേൺ ആൻഡ് സിമ്പിൾ സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ഫ്ലാഷ് ബൾബ് സെലക്ട് ചെയ്യുക. ഡൗൺലോഡ് കൊടുക്കുക. ഇപ്പോൾ ഈ എഫക്റ്റും നിങ്ങളുടെ കൈൻമാസ്റ്ററിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അസറ്റ് സ്റ്റോർ ക്ലോസ് ചെയ്യാം. ആദ്യത്തെ ട്രാൻസിഷൻ പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവയിൽ നിന്നും മോഷൻ കട്ട് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് രണ്ടാമത്തെ ഈ എഫക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. എല്ലാ ട്രാൻസിഷൻ പോയിന്റുകളുടെയും ആനിമേഷൻ സ്പീഡ് 2.0 തന്നെ ആയിരിക്കുന്നതാണ് നല്ലത്. എല്ലാ ട്രാൻസിഷൻ പോയിന്റുകളിലേക്കും രണ്ടാമത്തെ ഈ എഫക്റ്റ് തന്നെയാണ് നൽകേണ്ടത്. അതിനായി അപ്ലൈ ടു ഓൾ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എല്ലാ ട്രാൻസിഷൻ പോയിന്റുകളിലേക്കും രണ്ടാമത്തെ എഫക്റ്റ് അപ്ലൈഡ് ആയിട്ടുണ്ട്. ആദ്യത്തെ ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിപ്പ് ഗ്രാഫിക്സ് സെലക്ട് ചെയ്യുക. ഫ്ലാഷ് ബൾബ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും നിങ്ങളുടെ ഇഷ്ടാനുസരണമുള്ള ഏതൊരു എഫക്റ്റ് വേണമെങ്കിലും സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ്. ബാക്കിയുള്ള എല്ലാ ഇമേജ് ലെയറുകളിലും ഒന്നൊന്നായി ക്ലിക്ക് ചെയ്ത് ക്ലിപ്പ് ഗ്രാഫിക്സിലെ ഫ്ലാഷ് ബൾബിൽ നിന്നും നിങ്ങൾക്ക് വേണ്ട എഫക്റ്റുകൾ നൽകുക. ഇവിടെ എല്ലാ ഇമേജുകളിലേക്കും വേണ്ട ഗ്രാഫിക്സുകളും നൽകി കഴിഞ്ഞിട്ടുണ്ട്. എഡിറ്റിംഗിന്റെ ആദ്യഘട്ടം കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രോജക്റ്റ് എക്സ്പോർട്ട് ചെയ്യിക്കുന്നതിനായി ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സേവ് ആസ് വീഡിയോ കൊടുക്കുക. എക്സ്പോർട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഈ വിൻഡോ ക്ലോസ് ചെയ്ത് പ്രോജക്റ്റിലേക്ക് തിരികെ എത്താം. ലെയർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് എഫക്റ്റ് സെലക്ട് ചെയ്യുക. ബേസിക് എഫക്ട്സ് സെലക്ട് ചെയ്യുക. ഗൗസിയൻ ബ്ലർ സെലക്ട് ചെയ്യുക. സ്ക്രീനിൽ നിന്നും ഈ മാസ്ക് ബാക്ക്ഗ്രൗണ്ട് പൂർണ്ണമായും മറയുന്ന രീതിയിൽ എൻലാർജ് ചെയ്ത് വെക്കുക. പ്രോപ്പർട്ടീസ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ബ്ലർ സ്ട്രെങ്ത് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ടൈം ലൈനിൽ നിന്നും ഈ ലെയറിന്റെ ഡ്യൂറേഷനും മുകളിലത്തെ ലെയറുകളുടെ എൻഡിങ്ങിന് സമമായി വെക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള PNG ഫോർമാറ്റിലുള്ള റെഡ് കളർ ബോർഡർ ലൈൻ ഇമേജ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഈ ഇമേജ് ലെയർ ഇതുപോലെ ഒരല്പം ചരിച്ച് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. എഡിറ്റിംഗിനുള്ള എളുപ്പത്തിനായി ഇവിടെ ക്ലിക്ക് ചെയ്ത് സ്ക്രീൻ മോഡ് ഫുൾ സൈസ് ആക്കി വെക്കാം. ടൈം ലൈനിൽ നിന്നും ഈ ലെയറിന്റെ ഡ്യൂറേഷനും മറ്റുള്ള ലെയറുകൾക്ക് സമമായി വെക്കുക. നിങ്ങളുടെ കൈൻമാസ്റ്റർ എക്സ്പോർട്ട് ഫോൾഡറിൽ നിന്നും ഇപ്പോൾ നാം എക്സ്പോർട്ട് ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്യുക.
ഈ വീഡിയോ ലെയർ ബോർഡറിനുള്ളിൽ കറക്റ്റ് ഫിറ്റ് ആവുന്ന രീതിയിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെൻഡ് ബാക്ക്വേർഡ് കൊടുക്കുക. ഈ ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയ്ക്ക് അനുയോജ്യമായ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ മ്യൂസിക് സെലക്ട് ചെയ്യാം. ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. ടൈം ലൈനിലുള്ള എല്ലാ ലെയറുകളുടെയും ഡ്യൂറേഷൻ ഒരുപോലെ തന്നെ ആയിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ടൈം ലൈനിന് മുന്നിലെത്തി വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.